ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ മോൾ കോൺസെപ്റ്റ് വരെയാണ്. അപ്പം അതിന് ശേഷമുള്ള ടോപ്പിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ മോളാർ മാസ് എന്താണെന്നുള്ളതാണ്. എന്താണ് മോളാർ മാസ്? ഒന്നുമില്ല, പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ. ഒരു മോളിൻ്റെ മാസ്. ഓക്കെ, അതേത് കോമ്പൗണ്ടാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒരു മോള് മാസ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ആറ്റോമിക് മാസ് പഠിച്ചു. എന്തായിരുന്നു ആറ്റോമിക് മാസ്? ഇപ്പോൾ ഇവിടെ നമ്മൾ കാർബണിൻ്റെ എടുക്കുകയാണെങ്കിൽ കാർബണിൻ്റെ ആറ്റോമിക് മാസ് നമ്മൾ പഠിച്ചത് 12 AMU ആയിരുന്നു. അപ്പോൾ അത് ഒരു ഒറ്റ കാർബൺ ആറ്റത്തിൻ്റെ മാസ്സാണ്. നമ്മളിവിടെ എടുക്കുന്നത് എന്താ? മോളാർ മാസ് എന്ന് പറയുമ്പം ഇവിടെ ഒരു മോളിൻ്റെ മാസ്സാണ്. അതായത് ഒരു മോൾ കാർബൺ ആറ്റം എടുത്താൽ എത്ര ഉണ്ടാവും? അപ്പം നമ്മൾ അറിയുന്നതാണ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ എന്ന് പറയാം. ദ മാസ് ഓഫ് 1 mole സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ദ ഇറ്റ്സ് മോളാർ മാസ്, അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറഞ്ഞു കാർബണിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ അതൊരു കാർബൺ ആറ്റത്തിൻ്റെ മാസ്സാണ്. അത്തരത്തിൽ 6.022 × 10⁻23 എണ്ണം കാർബൺ ആറ്റംസ് എടുത്താൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ഗ്രാം ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. സെയിം നമ്മൾ ആ ഒരു ലോജിക്ക് വേറെ ഏത് എലമെൻസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസ്, ഓക്സിജൻ ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 AMU ആണ്. അപ്പം 6.022 × 10⁻23 എണ്ണം ഓക്സിജൻ ആറ്റം എടുത്താൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 16 ഗ്രാം ആയിരിക്കും. അതാണ് ഈ മോളാർ മാസ് കൊണ്ട് പറയുന്നത്. ഓക്കെ, സിമ്പിളല്ലേ? ഇതിനൊരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 12 AMU ആണ് എന്തിൻ്റെ? കാർബണിൻ്റെ ഒരൊറ്റ കാർബൺ ആറ്റത്തിൻ്റെ മാസ്. നമ്മൾ അതുപോലെ എണ്ണം എന്ന് പറയുമ്പോൾ 6.022 × 10⁻23 എണ്ണം എന്തെടുക്കുന്നു? കാർബൺ ആറ്റം എടുക്കുന്നു. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 11.999 സംതിങ് ആണ് വരിക. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 12 ഗ്രാം. ഇതാണ് നമ്മളെ കാർബണിൻ്റെ മോളാർ മാസ്സായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് എന്താ? മോളാർ. അടുത്തത് രണ്ടാമത് പറയുന്നത് മോളാർ വോളിയം. എന്താ മോളാർ വോളിയം? ഒന്നുമില്ല, ഇവിടെ നമ്മൾ പറഞ്ഞ മാതിരി മോളാർ മാസ് പറഞ്ഞ മാതിരി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മോള് ഏത് സബ്സ്റ്റൻസ് ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസിലും അതുപോലെ പ്രഷർ എന്ന് പറയുമ്പോൾ 180 പ്രഷറിലും. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നിങ്ങൾ ഏത് എലമെൻറ്റിൻ്റെ 1 മോൾ എടുത്തിട്ട് മെഷർ ചെയ്താലും അത് എത്ര ആയിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വോളിയം ഓഫ് എനി ഗ്യാസ് ഈക്വൽ ടു 22.4 ലിറ്റർ. അതായത് നിങ്ങൾ കാർബൺ ഒരു മോളിൻ്റെ വോളിയം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും എത്ര ആയിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈഡ്രജൻ നിങ്ങളെടുത്ത് ഒരു മോള് ഹൈഡ്രജൻ എടുത്തിട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ അതിൻ്റെ വോളിയം എന്തായിരിക്കും? എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അതുപോലെ ഏത് എലമെൻറ്റ് നിങ്ങളെടുത്താലും അതിൻ്റെ ഒരു മോളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഏത് കണ്ടീഷൻ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അതാണ് ഈ മോളാർ വോളിയം എന്ന് പറയുന്നത്. സെയിം ഇതുപോലെ ഈ ഒരു ലോജിക്ക് തന്നെ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇതിൻ്റെത് നമ്മൾ സെപ്പറേറ്റ് ആണ് ഓരോന്നിൻ്റെതെങ്കിലും വാല്യൂ കിട്ടുന്നതെങ്കിലും ഇവിടെ ഒരു മോൾ നമ്മൾ ഏത് ഗ്യാസ് എടുത്താലും ഒരു മോൾ എടുത്താൽ ഒരു മോൾ ഏത് ഗ്യാസ് എടുത്താലും എന്താണ് നമുക്ക് കിട്ടുക? 22.4 ലിറ്റർ ആയിരിക്കും അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കൊമ്പോസിഷനാണ്. നമ്മൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും അതുപോലെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? നമ്മൾ ഈ പെർസെൻറ്റേജ് കൊമ്പോസിഷൻ്റെ 3:8 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റേഷ്യോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചൊരു സാധനമാണ്. ഇതിൻ്റെ ഫർദർ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഡെഫിനിഷനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഒന്നുമില്ല. ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ 100 ഗ്രാം ഓഫ് എ സാമ്പിൾ ഓഫ് സബ്സ്റ്റൻസ്. അതായത് 100 ഗ്രാമിൽ ഇപ്പോൾ ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ H2O എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ 100 ഗ്രാമിൽ എത്ര ഉണ്ട്? ഓക്സിജൻ എത്ര ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു പെർസെൻറ്റേജ് കൊമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കൊമ്പോസിഷൻ ഓഫ് എൻ എലമെൻറ്റ്. ആ ഒരു മോളിക്യൂളിലെ ഒരു എലമെൻറ്റിൻ്റെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. ഓക്കെ, അത് എലമെൻറ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. ആ ഒരു എലമെൻറ്റിൻ്റെ മാസ് എത്രയാണോ ആ ഒരു
മോളിക്യൂളിൽ എത്രയാണോ, അതായത് ഇപ്പോൾ H2 ആണെങ്കിൽ H2 ഹൈഡ്രജൻ്റെ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് കാണുന്നതെങ്കിൽ ഹൈഡ്രജൻ എത്ര ഗ്രാം ഉണ്ട്. ഇപ്പം 2 ഗ്രാം ആണെങ്കിൽ 2 ഗ്രാം എന്ന് എഴുതുന്നു. അതാണ് ഈ മാസ് ഓഫ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഏതിൻ്റെയാണ് നമ്മൾ കാണേണ്ടത്, അതിൻ്റെ. ഇനി മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് എത്രയാണ്. അതായത് ഇപ്പം H2 ആണെങ്കിൽ H2ൽ 2ഉം മറ്റേതിൻ്റെ എത്ര വരുന്നത് 16 വരും ഓക്സിജൻ്റെ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര ഉണ്ടാവും, ടോട്ടൽ എത്ര ഉണ്ടാവും, അതിനെയാണ് എന്ത് പറയുന്നത്, ആ മോളാർ മാസ് എന്ന് പറയുന്നത് ഇൻറ്റു 100. കാരണം നമുക്ക് എന്താ 100 ഗ്രാമിലാണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് ഇതിൽ ഇൻറ്റു 100 കൂടി വരും. ഓക്കെ, എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഫസ്റ്റ് തൊട്ടുള്ളൊരു എക്സാമ്പിൾ പറയുന്നത് നേരത്തെ പറഞ്ഞ H2 തന്നെ. H2ൻ്റെ Hൻ്റെ എത്ര മാസ് എന്ന് പറയുന്നത് 1 ഗ്രാമാണ്, മോളാർ മാസിലാണ് പറയണത്. ഓക്കെ, മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, അപ്പോൾ മോളാർ മാസ് ഓഫ് H2 എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ഉണ്ട്, 2 × 1 + 16 എത്രയാണ് 18 ഗ്രാം വരും. ഓക്കെ, നമ്മൾ കാണുകയാണ് നമുക്ക് H2ൽ ഫസ്റ്റ് നമുക്ക് കാണേണ്ടതാ ഹൈഡ്രജൻ്റെ മാസാണ് കാണേണ്ടത്. ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുമ്പോൾ എത്രയാണുള്ളത് നോക്കി, ഹൈഡ്രജൻ്റെ മാസ് ഫസ്റ്റ് ഹൈഡ്രജൻ എത്ര 2 അല്ലേ. അപ്പം 2 × 1 2 ടോട്ടൽ എത്ര 16 + 2 18 × 100. അപ്പോൾ ഏകദേശം 11.12% വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 എലമെൻറ്റ് മാത്രമാണ് ഒരു കോമ്പൗണ്ട് ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒന്നിൻ്റെ കണ്ടുപിടിച്ചാൽ മതി. മറ്റേതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ മതി, 100 ഈ നമ്പർ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ആ മറ്റേതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇനി ഒരു കാൽക്കുലേഷന് വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടാമത് മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ പറയുകയാണെങ്കിൽ ഓക്സിജൻ എത്ര ഉണ്ട് 16 ആണ് ഉള്ളത്. ഒരു ഓക്സിജൻ അല്ലേ ഉള്ളൂ 16, ടോട്ടൽ എത്ര 16 + 2 18 × 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 88.88. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 100 വരണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു 2 എലമെൻ്റ് ഉള്ളതാണെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ കണ്ടുപിടിച്ചിട്ട് 100 കുറച്ചാൽ മതി മറ്റേതിന് കിട്ടണമെങ്കിലും. പക്ഷേ നമ്മൾ ഇപ്പോൾ കാൽക്കുലേഷൻ ബേസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. കാരണം എക്സാമിന് നിങ്ങൾക്ക് ആകെ 4 സ്റ്റെപ്പ് എഴുതാൻ ഉണ്ടാവുള്ളൂ സ്റ്റേറ്റ് എക്സാമിന്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഈ സ്റ്റെപ്പ് 2 എഴുതുക. നമുക്ക് ഇനി ശരിയാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, എന്തെങ്കിലും 1 കിട്ടിയിട്ട് അത് 100 മൈനസ് ഇത് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 100 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് C2H5OH ആണ്. C2H5OH നമ്മളെങ്ങനെ കാണും. ഓക്കെ, നമുക്കറിയാം ഹൈഡ്രജൻ്റെ എത്രയാണ് മാസ് എന്ന് പറയുന്നത് 1 ഗ്രാമാണ്. കാർബണിൻ്റെ എത്രയാണ് 12 ആണ്. മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ആണ്. മോളാർ മാസ് ഓഫ് C2H5OH എന്ന് പറയുന്നത് ഇവിടെ 2 എന്തുണ്ട് കാർബൺ ഉണ്ട്, അപ്പോൾ 24. 6 ഹൈഡ്രജൻ ഉണ്ട്, 6 ഒരു ഓക്സിജൻ, ടോട്ടൽ 46 വരും. ഇനി കാർബണിൻ്റെ പെർസെൻറ്റേജ് എത്ര എന്നാണ് ഫസ്റ്റ് കാണുന്നത്. കാർബണിൻ്റെ എത്ര ഉണ്ട് 2 × 12 24 ടോട്ടൽ എത്ര മോളാർ മാസ് എന്ന് പറയുന്നത് 46 × 100 എന്ന് പറയുമ്പോൾ 52.14%. അടുത്തത് Hൻ്റെ പറയുമ്പോൾ 6 H ആണുള്ളത്, 6 ഗ്രാം വരും 46 ആണ് മോളാർ മാസ് എന്ന് പറയുന്നത് × 100 ചെയ്യുന്നു. എത്ര കിട്ടുന്നു 13.13 കിട്ടുന്നു. അടുത്ത എലമെൻറ്റ് ഓക്സിജൻ്റെ ആണ് നമ്മൾ കാണുന്നത്. ഓക്സിജൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓക്സിജൻ 16 ഗ്രാമാണ്. അതിൻ്റെ ടോട്ടൽ മോളാർ മാസ് എന്ന് പറയുന്നത് 46 ആണ്. × 100 34.73 കിട്ടും. ഇവിടുത്തെ മാതിരിയല്ല, ഈ 3 കൂടി കൂട്ടുമ്പം എന്ത് കിട്ടണം 100% കിട്ടണം. 100 ഗ്രാമിലാണ് നമ്മൾ പറയുന്നത്. 100 ഗ്രാമിൽ എത്രയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ രണ്ടും കിട്ടിയാൽ മൂന്നാമത്തെ കിട്ടാൻ 100 നമുക്ക് കുറച്ചാൽ മതി. പക്ഷേ ശരിയാണ് നോക്കാൻ 3ഉം എന്ത് ചെയ്യണം കൂട്ടിയിട്ട് 100 കിട്ടുന്നുണ്ടോ എന്ന് കൃത്യമാക്കണം. ഓക്കെ, അതാണ് C2H5OHൻ്റെ എന്ത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് CH&O. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ചെക്ക് ദ പ്യൂരിറ്റി ഓഫ് എ ഗിവൺ സാമ്പിൾ ഓഫ് എ സബ്സ്റ്റൻസ്. നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ ഓരോ എലമെൻറ്റും എത്ര ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്യൂരിറ്റി പറയാൻ പറ്റും. എത്ര ഓക്സിജൻ്റെ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ. അതുപോലെ തന്നെ വി ക്യാൻ കാൽക്കുലേറ്റ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും നമ്മൾ ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വെച്ചിട്ടാണ് കാണുക. അത് നമ്മൾ എവിടെ പറയും, അടുത്ത വീഡിയോകളിൽ എന്താണ് എംപിരിക്കൽ ഫോർമുല, എന്താണ് മോളിക്കുലാർ ഫോർമുല, ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന സാധനമാണ്. അപ്പോൾ അതും പഠിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സാധനം ഉപയോഗിക്കും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ, താങ്ക് യു.